നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ട്. മലപ്പുറം ആദവനാട് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ അപകടം. ക്ലീനർ വാഹനത്തിൽ കുടുങ്ങി. ഡ്രൈവറെ രക്ഷപ്പെടുത്തി. ലോറി ഉയർത്താൻ തീവ്രശ്രമം തുടരുന്നു. അഞ്ചു വർഷം മുമ്പ് ഗർഭപാത്രം നീക്കിയ സ്ത്രീയുടെ വയറിനുള്ളിൽ കത്രിക. ഗുരുതര വീഴ്ച സമ്മതിച്ച് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട്. സിസ്റ്റത്തിന്റെ പാളിച്ചയെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. കത്രിക നാളെ പുറത്തെടുക്കും. പ്രതിഷേധവുമായി വാർത്താ സമ്മേളനത്തിലേക്ക് ഇരച്ചുകയറി യൂത്ത് കോൺഗ്രസ്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് സമരക്കാർക്കെതിരെ കേസെടുത്തു. ഐക്യദാർഢ്യവുമായി കോഴിക്കോട്. സമാന അനുഭവമുണ്ടായ ഹർഷിന. ആലപ്പുഴയിലെ ചികിത്സാ പിഴവിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഡോക്ടർമാരുടെ സംഘടന. ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർമാരുടെ സംഘടന നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയില്ലെന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പിനെതിരെ വാർത്ത വരാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് സർക്കാരിന്റെ സർക്കുലർ. ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ് ജനം. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു. ശസ്ത്രക്രിയകളും ഒ.പി. സൗകര്യങ്ങളും മുടങ്ങി. സമരം കൂടുതൽ കടുപ്പിക്കാൻ നീക്കം. അറസ്റ്റിനു പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമെന്ന് കണ്ഠർ രാജീവര്. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയാണെന്ന് SIT. മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനാവാതെ A. പത്മകുമാർ. പൂരം കലക്കലിൽ CPI-യിൽ തുറന്ന പോര്. കെ രാജനെ തള്ളി VS സുനിൽകുമാർ. വീഴ്ച സംഭവിച്ചത് ജില്ലാ കളക്ടർക്കെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി. ചർച്ച വേണ്ടെന്ന കർശന നിർദ്ദേശം നൽകി ബിനോയ് വിശ്വം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ആശ്വാസം. ആദ്യഘട്ടത്തിൽ വീട് ലഭിക്കേണ്ടവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 178 വീടുകളുടെ താക്കോൽ ദാനം 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ദുരന്ത ബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം. പൂർണ്ണമായി നശിച്ച കടകൾക്ക് 7 ലക്ഷം രൂപ വരെ നൽകും. സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ആശ്വാസം. DA കുടിശ്ശിക 10% കൂടി അനുവദിച്ചു. ഏപ്രിലെ ശമ്പളത്തിനൊപ്പം ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും. കേരളത്തിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ നിന്നും 53,229 പേർ ഒഴിവാക്കപ്പെടും. വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയമെന്ന് CPM. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP. സംസ്ഥാനത്തെ പുതിയ IT നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ IT കയറ്റുമതിയുടെ 10% നേടുക ലക്ഷ്യം. 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപനം. ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തിനുള്ളിൽ സമാധാന ചർച്ചകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ആക്രമിക്കും. മേഖലയിൽ അമേരിക്കയുടെ വൻ സൈനിക വിന്യാസം. ശക്തമായി നേരിടുമെന്ന് ഇറാൻ. ഇന്നത്തെ വാർത്താചിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തു നിന്നും ഒരു ദുരന്ത വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. മലപ്പുറം ജില്ലയിലെ ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി പിന്നിൽ റോഡിന് സമീപം ക്വാറിയിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വാഹനത്തിൽ കുടുങ്ങിയ ക്ലീനറെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഉരുക്കു വടം എത്തിച്ചെങ്കിലും നീളം കുറവായതിനാൽ മറ്റൊരു വടം എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ക്രെയിൻ സംഭവ സ്ഥലത്തുണ്ട്. ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് ആണ് അപകടമുണ്ടായത്. ഡ്രൈവറെ രക്ഷപ്പെടുത്തി. ആദവനാട് പഞ്ചായത്തിലെ പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ കെൽടെക്സിന് നേരത്തായ ഊരത്തപ്പള്ളി എന്നും പറയും. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 12:30 മണിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി എന്നാ പറഞ്ഞ് കേൾക്കുന്നത്. എയ്ച്ചർ വണ്ടിയാണ്. രണ്ട് പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്.
ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാളിപ്പോൾ വെള്ളത്തിന്റെ അടിയിലും വണ്ടിയും മറ്റേ ഒരാൾ രണ്ടും കൂടി വെള്ളത്തിന്റെ അടിയിലാണ്. ഇതിനു മുമ്പ് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോ PWD അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഭരണസമിതി ഇപ്പൊ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജിഷാദ് വാളാഞ്ചേരി ചേരുന്നുണ്ട്. ജിഷാദ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? എന്തുകൊണ്ടാണ് ലോറി ഇപ്പോഴും ഉയർത്താനാവാത്തത്? സജിത്ത്, മലപ്പുറം ആദവനാട് ഊരോത്തുപള്ളിയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അതായത് 60 അടി താഴ്ചയിലേക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ മറിയുന്ന ഉൾപ്പെടെ അതായത് ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇതിനുണ്ടായിരുന്ന സഹായി മുസ്തഫ എന്ന ആളാണ് ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. 1 മണിക്കായിരുന്നു ഈ അപകടം. അപകടത്തെ തുടർന്ന് ഈ വാഹനം താന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് കുത്തനെയുള്ള ഒരു കയറ്റത്തിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് ടയർ പൊട്ടി ഈ പൊറിയിലേക്ക് പതിക്കുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ജാഫർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഇദ്ദേഹത്തെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 മണിയോട് കൂടിയിട്ടാണ് ഈ അപകട സ്ഥലത്തേക്ക് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തുന്നത്. എത്തിയിട്ട് ഈ ക്രെയിനിന്റെ റോപ്പ് തികയാതെ വന്നു. രണ്ടാമത് റോപ്പ് എത്തിക്കാൻ സമയക്കൂടുതലെടുത്തു. കാരണം ഈ ഭാഗത്ത്, അതായത് ആദവനാട് ഉരുത്തുപള്ളിയായി ഭാഗത്ത് ഐരങ്കോട് എന്ന സ്ഥലത്ത് ഉത്സവം നടക്കുന്നുണ്ട്. അത് കാരണം തന്നെ റോഡുകളെല്ലാം ബ്ലോക്കാണ്. അത് കാരണം തന്നെ സമയം നീണ്ടുപോയി. എന്തായാലും ഈ ലോറിക്കുള്ളിൽ ഈ മുസ്തഫ എന്ന സഹായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഇദ്ദേഹത്തെ എടുത്തുപോയി രക്ഷിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാലും കയ്യും അടക്കം ഇദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് എടുക്കാൻ നോക്കിയെങ്കിലും ഇദ്ദേഹം വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. അത്യാവശ്യം അതായത് 60 അടിയോളം അതായത് താഴ്ചയുള്ള കോറിയാണ് ഇത്. ഇതിൽ നന്നായി വെള്ളമുണ്ട്. അത് കാരണം തന്നെ ഈ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ്. സ്കൂബ ഡൈവേഴ്സ് മാത്രമാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ വടം കെട്ടി ലോറി പൊന്തിച്ചതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് പോലും ആർക്കും പറയാൻ കഴിയില്ല. കാരണം മണിക്കൂറുകളായി ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ റോപ്പ് എത്തി. ആ റോപ്പ് ഈ വാഹനത്തിൽ ഘടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത്. എന്തായാലും ആദവനാട് മലപ്പുറത്ത് ഞെട്ടിക്കുന്ന ഒരു അപകടമാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരാളെ ഇതുവരെയും പുറത്തെടുക്കാനായിട്ടില്ല എന്നതാണ് സാഹചര്യം. ഇഷാദ് സൂചിപ്പിച്ചതുപോലെ 60 അടി താഴ്ചയിലേക്കാണ് ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞത്. കുത്തനെയുള്ള കയറ്റത്തിൽ നിന്നാണ് നിയന്ത്രണം വിട്ട് ലോറി മറിയുന്നത്. ഇതാണ് പിന്നെ അപകടമുണ്ടാകുന്നത്. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു, പക്ഷേ മറ്റേയാളെ ഇതുവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇന്ന് പകൽ ദിനം ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. വിവിധ കേന്ദ്രങ്ങളിൽ സംബന്ധിച്ച പ്രതികരണങ്ങളും ഇന്നും ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിൽ സർക്കാരിനും മന്ത്രിക്കുമെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ സംഘടനകൾ. രാവിലെ മാധ്യമങ്ങളെ കണ്ട ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതർ വീഴ്ച സമ്മതിച്ച രംഗത്തെത്തിയിരുന്നു. സംഭവം നിർഭാഗ്യകരമാണ്. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് ഈ രോഗിയോട് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. രാവിലെ 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിൽ ഒരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയയായി. 12/5/21 സർജറിക്ക് വിധേയയായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിന് ശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു
യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലൊരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും. ശരി, ഇതാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്ന കാര്യം. എന്തായാലും ഈ സംഭവം വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നീട് പ്രതികരിച്ചു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് അതേസമയം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ. സിസ്റ്റത്തിന്റെ പിഴവാണ് സംഭവിച്ചത്, ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ പറയും. അല്ല, അത് സ്ക്രബ് നേഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നേഴ്സ് ഇല്ല. സ്ക്രബ് നേഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കേറുന്നതും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കേറുന്നതും ഇടുന്നതും. അപ്പം പക്ഷേ ഈ ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. ശരി, ഇതാണ് പറയുന്നത്. എന്തായാലും സിസ്റ്റത്തിന്റെ വീഴ്ചയെ തന്നെയാണ് ഷാഹിദ ഡോക്ടർ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ഈ രാവിലെ ഈ സംഭവത്തിൽ പ്രതികരിച്ച ഗൈനക്കോളജി വിഭാഗത്തിന്റെ മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം ഏറെ വിചിത്രമായിരുന്നു എന്നതാണ് പ്രത്യേകത. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലാണ് ഉപകരണം കുടുങ്ങിയത് എന്ന് എങ്ങനെ പറയാനാകുമെന്നതായിരുന്നു അവരുടെ ചോദ്യം. അവരുടെ വാക്കുകൾ ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാതെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ്. ഇതാണ് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർ ന്യായീകരണം നടത്തുകയാണ്. വീഴ്ച സമ്മതിക്കുന്നുവെങ്കിലും ചില ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനിടയിൽ തൻ്റെ അമ്മ കടുത്ത വേദനയിലൂടെയാണ് കഴിഞ്ഞ 5 വർഷം കടന്നുപോയത് എന്നതാണ് മകൻ എൻ്റെ പ്രതികരണം കൂടി ഉണ്ടായത്. ഉഷയുടെ മകനും രാവിലെ പ്രതികരിച്ചു. ഉഷയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവരുടെ ബുദ്ധിമുട്ടുകളാണ് അറിഞ്ഞത്. ഇന്ന് ഈ സംഭവങ്ങൾ, നാടകീയമായ ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായി. അതായത് ഡോക്ടർമാരുടെ പ്രസ് മീറ്റ് നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഡോക്ടർമാരുടെ മുഖം മറിച്ച് മേശപ്പുറത്ത് ഇരുന്നു കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ അടക്കമുള്ള നേതാക്കളാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഈ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. അതാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണം. മകൻ ഉഷയെ ഫോണിൽ വിളിച്ച ആരോഗ്യമന്ത്രി ചികിത്സാ ചെലവ് പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരിക്കും നാളെ ശസ്ത്രക്രിയ നടക്കുക. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉഷ ജോസഫിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനുശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് CT സ്കാൻ വിധേയമാക്കിയിട്ടുണ്ട്. CT സ്കാൻ ചെയ്ത ശേഷം അതിൻ്റെ ഫലം പരിശോധിച്ച ശേഷമാണ് ശസ്ത്രക്രിയ നാളേക്ക് എന്ന രീതിയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അവരുടെ കൂടി ഒരു അവലോകനത്തിന് ശേഷമാണ് ഒരു അന്തിമ നിർണയത്തിലേക്ക് പോവുക. ഏതായാലും ശസ്ത്രക്രിയ നാളെ എന്ന രീതിയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അവരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിയമപരമായി ഈ അനാസ്ഥയ്ക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ ഉഷ ജോസഫിൻ്റെ മകൻ ഷിബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്.
ഇതിൽ ഷിബിനെ വിളിച്ച് ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഷിബിൻ പറഞ്ഞിരുന്നു ആരും ഇതുവരെയും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന ആദ്യ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി ഷിബിനോട് ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നതെല്ലാം തന്നെ അവർ ഷിബിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞത് പുലർച്ചെ അവരെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നീട് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് അവരെ വിധേയമാക്കിയത്. ഇതിനുശേഷമാണ് ഒരു വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡിലെ വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അവർ ഇന്ന് വൈകുന്നേരം ഇത് വിശദമായിട്ട് അവരുടെ ആരോഗ്യനില പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CT സ്കാൻ ഫലങ്ങൾ പരിശോധിക്കും. ഏതായാലും ശസ്ത്രക്രിയ അത് നാളേക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചികിത്സാ പിഴവുകളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. ആരോഗ്യ മേഖലയിലെ മികവിനെക്കുറിച്ച് ഉള്ള സർക്കാരിൻ്റെ അവകാശവാദങ്ങളെല്ലാം തകർന്നടിഞ്ഞെന്ന് നേതാക്കൾ ആരോപിക്കും. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്ക് റിവേഴ്സ് റെഫറൻസ് ആണ്. വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം, ചികിത്സാ ചെലവ് വഹിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അർഷിതയുടെ അനുഭവം ഉണ്ടാവരുത്. സിസ്റ്റം നേരെയാവണമെങ്കിൽ ഇവരൊക്കെ മാറണം. ഇനി ആരോഗ്യവകുപ്പിൽ നിന്ന് വീണ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ. ആ വകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയം. ഈ സ്ത്രീ 5 വർഷം ഈ വേദന സഹിച്ച് ഞാൻ പറഞ്ഞിട്ടോ മൂത്രത്തിൽ ബ്ലഡ് വരെ കണ്ടു. എന്തുമാത്രം വേദന സ്ത്രീ അനുഭവിച്ചു. ഇതേ സ്ഥിതിയാണ് ഹർഷയിനിയും പറഞ്ഞത്. ഇപ്പോൾ കത്രിക എത്ര വർഷം വയറ്റിലിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഗവേഷണമാണോ നടത്തേണ്ടത്? മറ്റൊരു വാർത്ത ഇതുമായി ചേർത്ത് വയ്ക്കാവുന്നതുള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കോഴിക്കോട് സ്വദേശി ഹർഷനെയും സമരം പുനരാരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു തന്നിട്ടും ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഹർഷിന ന്യൂസ് 18നോട് പറഞ്ഞു. ഇതേ സെയിം സംഭവം നമ്മളതേ സമാന അനുഭവം ആദ്യമായിട്ടാണ്. പക്ഷേ ഇത്രയും വലിയൊരു ആർട്ടറി ഫോർസെപ്സ് വയറ്റിലിട്ട് 5 വർഷത്തോളം ജീവിച്ചു. അപ്പോൾ അതേ ഒരു അവസ്ഥ അത് കേൾക്കുമ്പോണ്ടാകുന്ന നമുക്കുണ്ടാകുന്നൊരു വേദന അവരിപ്പം പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ അവരറിയുമ്പോണ്ടാകുന്ന അവരൊരു മാനസികാവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം നമ്മൾ അനുഭവിച്ചൊരു കാര്യം ആണല്ലോ നമുക്ക് മനസ്സിലായി. ലോകത്തെ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവമാണെന്ന്. അനുഭവിച്ചൊരു കാര്യം നമുക്കിനി ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കണം. അപ്പം അതേ സെയിം ഒരു അവസ്ഥയിൽ ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം. പക്ഷേ ആദ്യമൊക്കെ എന്ത് സംഭവിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാകും. പക്ഷേ ഈ നമ്മളെ അനുഭവം കൊണ്ട് മനസ്സിലായത് ഇതിനൊരു പരിഹാരം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് സംഭവിക്കുന്ന ഇത്തരം മെഡിക്കൽ നെഗ്ലിജൻസിന് ആരോഗ്യവകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവില്ല, ഒരു പരിഹാരം. അതാണ് ഹർഷിന വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഹർഷന വീണ്ടും സമരം ആരംഭിച്ചു. തീരുന്നില്ല. സംസ്ഥാനത്തെ ചികിത്സാ പിഴവ് സംബന്ധിച്ച നിരവധി പരാതികൾ ഉയരുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കോൺഗ്രസ് ഇന്ന് വലിയ പ്രതിഷേധം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ ഒടിഞ്ഞതിനെ തുടർന്ന് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവെന്നായിരുന്നു പരാതി. അരുവാപ്പുലം സ്വദേശി ഷാജഹാനാണ് പോലീസിൽ പരാതി നൽകിയത്. കോന്നി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് രാവിലെ പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചത്. രാവിലെ എത്തിയ പ്രവർത്തകർ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിലെത്തിയതിനു ശേഷം പിന്നീട് പോലീസ് തടഞ്ഞു. അതിനുശേഷം DCC പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ കടത്തിവിടാൻ പോലീസ് വിസമ്മതിച്ചു. തുടർന്ന് തർക്കമുണ്ടായി. അതിനുശേഷമാണ് ഈ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ നേരിട്ട് കാണുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി നൽകാൻ ആശുപത്രി അധികൃതരായ
തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ചെറിയ മെഡിക്കൽ കോളേജിലാണ്, ഇവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ്, ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 14 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കൈ ഓപ്പറേഷൻ ചെയ്തതിലുണ്ടായ ചികിത്സാ പിഴവാണ് ഈ സമരത്തിന് നയിച്ചത്. അത് പ്രധാനമായും തൻസീർ എന്ന് പറയുന്ന കുട്ടിയുടെ അരുവാപ്പുലം പഞ്ചായത്തിൽ തന്നെ മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്തിലുള്ള കുട്ടിയാണത്. 14 വയസ്സാണ്. അപ്പോൾ കൈ ഒടിഞ്ഞ് അത് ചികിത്സിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പക്ഷേ ആ ചികിത്സ 2.5 മാസക്കാലം നടത്തിയെങ്കിലും ആ ചികിത്സയിലൂടെ പിഴവ് സംഭവിക്കുകയും കൈ നേരെയാകാതാവുകയും കൈ വളഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് തൻസീറിൻ്റെ കൈ നേരെയാക്കാൻ അച്ഛനമ്മമാർ കഴിഞ്ഞത്. അത് 2.5 ലക്ഷം രൂപയോളം തുക അവർക്ക് ചെലവാകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ മാതാപിതാക്കളെ സംബന്ധിച്ച് കോന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് ഇവിടെ ഉണ്ടായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ മാർച്ചും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. ഓഫീസിലെത്തി അരമണിക്കൂറോളം ഈ സൂപ്രണ്ടിനെ ആശുപത്രിയിൽ ഉപരോധിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കൃത്യമായ ഒരു മറുപടി ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് ഇതുവരെ നൽകിയിട്ടില്ല. ചെറിയ മെഡിക്കൽ കോളേജാണ്, സൗകര്യങ്ങൾ പരിമിതമാണെന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എത്തരത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അരമണിക്കൂറോളം ഈ ആശുപത്രിയിൽ പ്രതിഷേധിച്ച ശേഷമാണ് പിന്നീട് സമരം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചത്. കോന്നി മെഡിക്കൽ കോളേജിലേക്കും വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലമാണ്, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സാധ്യതയാണ്, അതുകൊണ്ട് പ്രതിപക്ഷവും വളരെ ജാഗ്രതയിലാണ്. മറിച്ച് സർക്കാരും ഇക്കാര്യത്തിൽ ചില ജാഗ്രതാ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെതിരെ വാർത്തകൾ വരാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് സർക്കുലർ. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ജാഗ്രത വേണമെന്ന് സർക്കാർ പുറത്തിറക്കിയ ഈ സർക്കുലർ പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർക്കുലർ ആദ്യം ഇറക്കിയത് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. OP, അത്യാഹിത വിഭാഗം, ഫാർമസി, മോർച്ചറി എന്നിവിടങ്ങളിൽ ജാഗ്രത വേണമെന്ന് ഈ സർക്കുലറിൽ പ്രത്യേകം പറയുന്നു. ഇന്ന് ആരോഗ്യമേഖലയെ ബാധിക്കുന്ന മറ്റൊരു വിഷയം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ സമരത്തിൽ താറുമാറായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ. ശസ്ത്രക്രിയകളും OPയും മുടങ്ങിയതോടെ രോഗികൾ വലഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നെങ്കിലും ഹാജർ രേഖകളടക്കം വകുപ്പ് മേധാവികൾ ഹാജരാക്കിയില്ല. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് KGM-CTA തീരുമാനം. അടിയന്തരമായ ശസ്ത്രക്രിയകൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ശസ്ത്രക്രിയ സൗകര്യങ്ങളും OP സൗകര്യങ്ങളും ഒഴിവാക്കിയതോടെ സംസ്ഥാനത്തുടനീളമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇന്നത്തെ ദിവസം, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അനിശ്ചിതകാല OP സമരത്തിനൊപ്പം തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയകളും മറ്റ് അടിയന്തര സേവനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, അടിയന്തരമല്ലാത്ത സേവനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരം കടുപ്പിച്ചത്. പക്ഷേ അതിനുശേഷവും സർക്കാർ സമവായ നീക്കങ്ങൾ നടത്തുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നിലവിൽ വന്നു. പക്ഷേ അതിൽ വകുപ്പ് മേധാവികൾ കൃത്യമായി ഹാജർ രേഖകളോ പഞ്ചിങ് ഡീറ്റെയിൽസോ ഇപ്പോൾ DMAക്ക് കൈമാറിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ രേഖാമൂലം കത്ത് നൽകിയിരുന്നു DMAക്ക്. പക്ഷേ വകുപ്പ് മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിയെടുക്കാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പിന് മുൻപിൽ വേറെ വഴികളില്ലാത്ത അവസ്ഥയുമാണ്. എന്തു തന്നെയായാലും ഇതിൽ പ്രധാനമായി വെല്ലുവിളി നേരിടുന്നത് ജനങ്ങളാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം, മെഡിക്കൽ കോളേജുകളിൽ വളരെയധികം മുൻപ് തന്നെ, ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുൻപ് നൽകുന്ന ഡേറ്റുകളിലാണ് ശസ്ത്രക്രിയയും മറ്റ് ചികിത്സകളടക്കം നടക്കുന്നത്. ഇത് കണക്കാക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ഡോക്ടർമാരുടെ സമരം മൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലടക്കം ചികിത്സയ്ക്കായി എത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ ഇതൊരു സമവായ ചർച്ചകളില്ല, സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല എന്നൊരു നിലപാടാണെങ്കിൽ 26-ാം തീയതി മുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരം കടുപ്പിക്കാനാണ് KGM-CTA തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷകളിൽ നിസ്സഹകരണം നടത്തും. ആ പരീക്ഷകളുടെ പല ചാർജുകളുള്ള ഡോക്ടർമാരുണ്ട്, അവരെല്ലാം ഈ പരീക്ഷാ ജോലികളിൽ നിന്ന് മാറി നിൽക്കും. അതോടുകൂടി ഈ ഒരു ചികിത്സയ്ക്കൊപ്പം തന്നെ ആരോഗ്യമേഖലയിലെ വിദ്യാഭ്യാസവും വലിയ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്താനും ഒപ്പം ഒരു കൊമ്പ് കോർക്കാനുള്ള നീക്കം നടത്തുമ്പോഴും അതിനിടയിൽ സർക്കാരിനും ഡോക്ടർമാരുടെയും ഇടയിൽപ്പെട്ട് വലയുന്നത് സാധാരണക്കാരാണ്. എന്തു തന്നെയായാലും അധികം വൈകാതെ തന്നെ വളരെ വലിയ പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യരംഗം, അതായത് ഒരു ഭാഗത്തെ ചികിത്സാ പിഴവും മറ്റൊരു ഭാഗത്തെ ഡോക്ടർമാരുടെ സമരത്തിനും ഇടയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യവകുപ്പ് ഈ പ്രതിസന്ധികൾ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ളൊരു ശ്രമം സമവായ ചർച്ചകളിലൂടെയും മറ്റും നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ
നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ആശ്വാസകരമായൊരു ദിനമാണിന്ന്. കാരണം ഉണ്ടക്കി ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീടുകൾ അത് അവസാന ഘട്ടത്തിലാണ്. ഇന്ന് വീടുകൾ നൽകുന്നത് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നവരുടെ നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട്. 25-ന് മുഖ്യമന്ത്രിയാണ് താക്കോൽ ദാനം നിർവഹിക്കുക. എന്തായാലും ഏറെ ആശ്വാസകരമായ നടപടിയാണ്. മറ്റൊരു നടപടി കൂടി ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും നഷ്ടപരിഹാരം അനുവദിക്കാനാണ് തീരുമാനമുണ്ടായത്. ദുരന്തത്തിൽ പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് കടകളുടെ തരമോ ഘടനയോ പരിഗണിക്കാതെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കട ഉടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടമുറിക്കും 2.5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അനുവദിക്കും. സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനായി ഓരോ സംരംഭത്തിനും അവർക്കുണ്ടായ നഷ്ടത്തിൽ 50% അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായ തുകയോ അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം സർക്കാർ ജീവനക്കാർക്കും പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക 10% കൂടി അനുവദിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഏപ്രിലെ ശമ്പളത്തിനൊപ്പം ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും. സംസ്ഥാനത്തെ പുതിയ IT നയത്തിനും ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. രാജ്യത്തെ IT കയറ്റുമതിയുടെ 10% നേടുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയിലെ നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 55,000 കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണം തുടങ്ങിയെന്ന് മന്ത്രി P. രാജീവ് പറയുന്നു. ടൂറിസം, ഭക്ഷ്യ സംസ്കരണം, IT, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങി 22 മുൻഗണനാ മേഖലകളിലാണ് പദ്ധതികൾ. 115 പദ്ധതികളിലായി 66,073 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമി ലഭ്യമായ പദ്ധതികളിൽ 115 എണ്ണം ഇപ്പോൾ തന്നെ നിർമ്മാണം ആരംഭിച്ചു. അതായത് 40.35% ഭൂമി ലഭ്യമായ പദ്ധതികളിൽ ഇപ്പോൾ തന്നെ നിർമ്മാണം ആരംഭിച്ചു. അതുവഴി 54,908.22 കോടി, ഏകദേശം 55,000 കോടി, 54,908.22 ക്രോസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതുവഴി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 66,073 ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതി തടഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെ വീണ്ടും സ്ഥിരപ്പെടുത്താൻ ഉത്തരവുകൾ ഇറക്കിയ നടപടിയിൽ വിശദീകരണം നൽകാനും സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരുന്നു. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥിരപ്പെടുത്തൽ ചോദ്യം ചെയ്ത ഹർജിയിൽ ഇനിമേൽ സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്ന് കോടതി വിധിച്ചിരുന്നു. ഡൽഹിയിൽ AI ആഗോള സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്ത്യയുടെ അഭിമാനം നരേന്ദ്രമോദി പണയം വയ്ക്കുകയാണെന്നും PR പ്രവർത്തനമാണ് നടക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇന്ത്യയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന പ്രവർത്തനമാണ് തുടർച്ചയായി കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നതെന്ന് BJP നേതാവ് അജിത് മാളവ്യ തിരിച്ചടിച്ചു. കോപ്പിയടി പിടികൂടിയ അസിസ്റ്റന്റ് പ്രൊഫസറെ മർദ്ദിച്ച വിദ്യാർത്ഥി. കർണാടക കൽബുർഗിയിലെ ഹോമിയോ കോളേജിലാണ് സംഭവമുണ്ടായത്. ഇന്റേണൽ പരീക്ഷയ്ക്കിടെ ഷഹബാസ് എന്ന വിദ്യാർത്ഥി ഉത്തരങ്ങൾ പകർത്താൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അധ്യാപകൻ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി പിന്നീട് ക്യാമ്പസിനുള്ളിൽ അധ്യാപകനെ മർദ്ദിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓമശ്ശേരി തിരുവമ്പാടി പാതയിൽ കാർ അപകടമുണ്ടായി. നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചു തലകീഴായി മറിയുകയായിരുന്നു. തിരുവമ്പാടി ഭാഗത്ത് നിന്നും ഓമശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് മറിഞ്ഞത്. കൂടത്തായി സ്വദേശിയുടേതാണ് കാർ. ആർക്കും പരിക്കേറ്റില്ല. കഴക്കൂട്ടം UST ഗ്ലോബലിന് സമീപം ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭാരം കയറ്റി വന്ന ടോറസ് ലോറിയുടെ എതിർദിശയിൽ വരികയായിരുന്ന കാർ വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ലോറിയുടെ അടിയിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ അല്പസമയത്തേക്ക് മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായി. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ച് പരിക്കേൽപ്പിച്ചു. വാതിക്കൽപ്പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതോടെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇയാൾ കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലായിരുന്നു സംഭവമുണ്ടായത്.
കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ. അരുൺ എന്നയാളാണ് ആക്രമണത്തിന് പിന്നിൽ. മുഖത്തല സ്വദേശി വിനുവിനാണ് പരിക്കേറ്റത്. പകരം കണ്ടക്ടർ വന്ന ശേഷമാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. സ്ത്രീധനപീഡനവുമായി ബന്ധപ്പെട്ട് ഭാര്യ കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട ഭർത്താവിന് ഭാര്യയുടെ പേരിലുള്ള സ്വത്തിൽ അവകാശമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കൊല്ലപ്പെട്ട യുവതിയുടെ ബാങ്ക് നിക്ഷേപമായ 75,000 രൂപ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് സമർപ്പിച്ച ഹർജികൾ വിചാരണ കോടതികൾ തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ ഹർജികളിൽ ജസ്റ്റിസ് എസ് ഈശ്വരന്റെ സിംഗിൾ ബെഞ്ച് മാതാവിന്റെ ആവശ്യം അംഗീകരിച്ചു. കൊട്ടാരക്കര CPMന്റെ പാർട്ടി ഓഫീസ് ആക്രമിച്ച കേസിൽ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 2014 കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊല്ലം DCC ജനറൽ സെക്രട്ടറി പെരുകുളം ദിലീപ്, ബ്രഹ്മദാസ്, അജോ, അഖിൽ മാരാർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. അഖിൽ മാരാർ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസാണിത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തടഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് തന്ത്രി ഖണ്ഡർ രാജീവര്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നുള്ള ഗുരുതര ആരോപണമാണ് രാജീവര് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചത്. ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ ജയിലിലിട്ടത് എന്തിനെന്ന് SIT പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയണമെന്നും സതീശൻ ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. ജസ്റ്റിസ് C. ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആവശ്യമുള്ളപ്പോൾ SITക്ക് മുൻപാകെ ഹാജരാകണമെന്ന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ. തൃശൂർ പൂരം കലക്കലിൽ CPI ഭിന്നത ശക്തം. പൂരം കലക്കിയതിന് പിന്നിൽ പോലീസ് എന്ന മന്ത്രി K. രാജന്റെ നിലപാട് VS സുനിൽകുമാർ തള്ളി. വീഴ്ച സംഭവിച്ചത് ജില്ലാ കളക്ടർക്കാണെന്ന് സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് റവന്യൂ മന്ത്രിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമെന്നാണ് വിമർശനം. വിവാദത്തിൽ ചർച്ച വിലക്കിയ CPI ഈ ഘട്ടത്തിൽ ചർച്ച ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ CPIയിൽ രണ്ടഭിപ്രായമുണ്ടെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ വീഴ്ചയാണ് പൂരം കലക്കലിൽ പ്രധാനമായി ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി K. രാജനും അതേ നിലപാടായിരുന്നു. അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും പോലീസിന്റെ വീഴ്ച പരിശോധിക്കണം, പ്രത്യേകിച്ച് ADGP MR അജിത്കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് പലതവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വീഴ്ച അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും CPI മുന്നോട്ട് വച്ചത്. എന്നാൽ അതിന് വിരുദ്ധമായ ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് തൃശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് VS സുനിൽകുമാറിന് ഉള്ളത്. VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും പോലീസിന്റെ വീഴ്ചയല്ല, പകരം ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച പരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതാണ് CPI നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നത്. ഇന്നലെ തൃശൂരിൽ നടന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സുനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ഇടപെട്ട് സംസാരിച്ച മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സുനിൽകുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഒന്നാം പ്രതി കളക്ടർ എന്ന് പറയാൻ ആരാണ് സുനിലിനെ ചുമതലപ്പെടുത്തിയെന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചത്. ഇത്തരം പ്രതികരണങ്ങൾ ആവർത്തിക്കുന്ന താക്കീത് രൂപത്തിലുള്ള ഒരു നിലപാടും ബിനോയ് വിശ്വം സ്വീകരിച്ചു. സുനിൽകുമാറിന്റെ വിമർശനത്തിലുള്ള അതിർത്തി, അതായത് ജില്ലാ ഭരണകൂട
ഭരണകൂടത്തിലാണ് വീഴ്ച പറ്റിയതെന്ന സുനിൽകുമാറിന്റെ അഭിപ്രായം ശരിയല്ല. അതിൽ അതിർത്തി മന്ത്രി കെ രാജൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ. ചർച്ചയിലും അതേ വികാരമാണ് അവിടെ ഉയർന്നു വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി പാർട്ടിയിൽ തുടർ ചർച്ചകൾ വേണ്ട, ഈ ഘട്ടത്തിൽ ചർച്ച നടക്കുന്നത് ഗുണകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർ ചർച്ചകളെ വിലക്കുകയാണ് CPI സംസ്ഥാന നേതൃത്വം. ചർച്ചയില്ല അതിനെപ്പറ്റി, ചർച്ചക്കാരും പോകാൻ പാടില്ല. ഈ സമയത്ത് ആ റിപ്പോർട്ടിനെ പറ്റി ചാടിക്കയറി ചർച്ചയ്ക്ക് CPI പോകാൻ പാടില്ല. അതാണ് CPI തീരുമാനം. പോലീസിനല്ല ജില്ലാ ഭരണകൂടത്തിനാണ് വീഴ്ചയെന്ന് സുനിൽകുമാർ പറയുന്നത് മന്ത്രി കെ രാജൻ ലക്ഷ്യമിട്ടെന്നാണ് CPIയിലെ വിലയിരുത്തലുകൾ. അതായത് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച വന്നാൽ കളക്ടർ അതിൽ വീഴ്ചയ്ക്ക് പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വിമർശനങ്ങൾ നീണ്ടുപോകേണ്ടത് റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയിലേക്കാണ്, റവന്യൂ വകുപ്പിലേക്കാണ്. അത് കെ രാജനെ കൊണ്ട് ലക്ഷ്യമിട്ടുള്ള വിമർശനമാണ് സുനിൽകുമാർ നടത്തിയത്. ആ ഒരു വിശദീകരണമാണ് സുനിൽകുമാർ നടത്തിയതെന്നാണ് CPI കരുതുന്നത്. അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ശക്തമായി സുനിൽകുമാർ വിമർശിക്കുകയും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ വേണ്ടെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിൽ സർക്കാരിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കള്ള് ഷാപ്പുകൾക്കും ബാറുകൾക്കും 2 പരിഗണന പാടില്ല. കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണം. വീര്യം കുറഞ്ഞ മദ്യമാണ് ഷാപ്പുകളിൽ വിൽക്കുന്നത്. സർക്കാർ തിരുത്തണമെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. കേരളത്തിലെ കള്ള് ഷാപ്പുകൾക്കും ബാറുകൾക്കും 2 ദൂരപരിധിയുണ്ട്. അത് അന്യായമാണ്. കള്ളിനാണ് താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് എല്ലാവരും പറയുന്നത്. ആ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കള്ള് ഷാപ്പുകൾക്ക് ദൂരപരിധി കൂടുതലും അല്ലാത്തവയ്ക്ക് അത് കുറവെന്നുള്ളത് തെറ്റാണത്. അത് തിരുത്തിയേ തീരും. തിരുവനന്തപുരത്ത് വീട്ടുകാരെ പൂട്ടിയിട്ട് കാറുമായി കറങ്ങാൻ ഇറങ്ങിയ 14-കാരൻ അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം കരമനയിൽ പുലർച്ചെ 2:30 ഈ അപകടമുണ്ടായത്. കുമാരപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ്. 14-കാരനും സുഹൃത്തിനും കാര്യമായ പരിക്കില്ല. ഓൺലൈനായിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്നാണ് 14-കാരന്റെ മൊഴി. 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ ഓടിച്ച വാഹനമാണ് ഈ താഴ്ചയിലേക്ക് കിടക്കുന്ന ഈ മാരുതി കാർ. കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് കരമന പാലത്തിനോട് ചേർന്ന ഈ വീട്ടിൻ്റെ മതിലിടിച്ച് തകർത്ത് പരസ്യ ബോർഡിലേക്ക് ഇടിച്ച് വായുവിൽ പറന്നുകൊണ്ട് താഴേക്ക് ഈ വാഹനം പതിച്ചത്. വീട്ടുകാരെ പറ്റിച്ചുകൊണ്ട്, അതായത് രാത്രി വീട്ടിൽ നിന്നും വീട്ടുകാരറിയാതെ ഇറങ്ങി അവിടെ നിന്നും വീട് പൂട്ടിയിട്ട്, അതായത് അഥവാ വീട്ടുകാരറിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വീടും പൂട്ടി അവിടെ നിന്നും വാഹനവുമായി കറങ്ങാനിറങ്ങിയ 2 കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഭാഗ്യവശാൽ ഈ കുട്ടികൾക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു അപകടത്തിൻ്റെ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത്. അവരെ പിന്നീട് പോലീസ് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റി രക്ഷിതാക്കൾ അവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. ഇവിടെ സ്ഥിരമായി അപകടം നടക്കുന്നു. അതായത് ഒരു കരമന പാലത്തോട് ചേർന്നിട്ടുള്ള നന്ദിലത്ത് ജിമാട്ട് സ്ഥാപനത്തിനോട് ചേർന്നിട്ടുള്ള ഒരു താഴ്ചയിലുള്ളൊരു വീടാണ്. ഇവിടെ ഇതിന് മുൻപ് 1 വർഷത്തിന് മുൻപടക്കം ടാക്സി വാഹനവും ബൈക്കും അടക്കം ഈ ഒരു നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണത്തെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം ഒരു കൈവരിയുണ്ട് ഈ ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന. ആ കൈവരിയിൽ ഇടിച്ച് ആ കൈവരിയുടെ ഭാഗങ്ങൾ തെറിച്ച് വീടിൻ്റെ മുൻവശത്തേക്ക് എത്തുന്നു. അവിടെ നിന്നും തെറിച്ച് പിന്നീട് വാഹനം ഈ തൂണിലേക്ക് ഇടിച്ചുകൊണ്ടാണ് താഴേക്ക് പതിച്ചത്. കുട്ടികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് തന്നെ കുട്ടികൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് വീട്ടുകാരടക്കം പറയുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്ത് വരുമ്പോൾ കുട്ടികൾ ഇവിടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വീട്ടുകാരടക്കം അറിഞ്ഞില്ല. വാഹനം എന്തായാലും മുൻഭാഗം മുഴുവനായും തകർന്നിട്ടുണ്ട്. ഈ ഒരു മതിലിനും ഈ പരസ്യബോർഡിനടക്കം കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ജീവന് ഭീഷണി അല്ലെങ്കിൽ ജീവൻ വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഇല്ലാതെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമെന്നാണ് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാം ഒരു ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു അപകട മേഖലയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു കുട്ടികളെ ഇപ്പോൾ കരമന പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. റാപ്പർ വേടൻ വിവാഹിതനാകുന്നു എന്ന വാർത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുറത്തുവിട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. വേടനുമായി ദീർഘകാലം പ്രണയത്തിലായിരുന്ന യുവ എഴുത്തുകാരി നവമി ലതയാണ് വധു. കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലുകൊണ്ട് നൂലുകോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. മോണലോവ എന്ന റാപ്പർ വേടന്റെ പാട്ടിലെ വരികൾ മലയാളത്തിലെ പ്രണയഗാന സങ്കല്പങ്ങൾ തിരുത്തി. രാത്രി ഉറക്കം കെടുത്താൻ നീയാര് മാടൻ മറുതിയോ എന്ന റാപ്പർ വേടൻ ചോദിച്ച അതേ മോണലോവ. നവമി ലതയും റാപ്പർ വേടനുമായുള്ള വിവാഹം ഈ മാസം 24-ന് തൃശൂരിൽ നടക്കും. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വേടന്റെ വിവാഹ വിവരം പുറത്തുവിട്ടത്.
ഈ ജനസഹസ്രങ്ങളെ സാക്ഷ്യപ്പെടുത്തുമെന്ന് അഡ്വാൻസായിട്ട് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തുകൊണ്ട് അതേ വേദിയിൽ വെച്ച് തന്നെ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനും വിവാഹ വിവരം സ്ഥിരീകരിച്ചു. ലളിതമായ ചടങ്ങുകളോടെ രജിസ്റ്റർ വിവാഹമായിരിക്കുമെന്നും അറിയിച്ചു. 24-ാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാണ്. എന്റെ കല്യാണമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. പാട്ടുകളിലൂടെ പൊള്ളുന്ന രാഷ്ട്രീയം പറഞ്ഞ് ഒരേ സമയം ആരാധകരെയും ശത്രുക്കളെയും സൃഷ്ടിച്ച വേടനെതിരെ മയക്കുമരുന്ന് ഉപയോഗം മുതൽ സ്ത്രീ പീഡനം വരെയുള്ള കേസുകൾ വന്ന കാലത്താണ് മോണലോവ എന്ന പാട്ട് വരുന്നത്. പിന്നീട് വേടനൊപ്പം പല വേദികളിലും മോണലോവ അഗ്നിപർവ്വതമായി വേടൻ വിശേഷിപ്പിച്ച നവമീലതയും എത്തി. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വീകരിക്കാൻ വേടൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ നവമീലതയും കൂടെയുണ്ടായിരുന്നു. തൃശൂർ സ്വദേശിനിയാണ് നവമീലത. നവമീലതയുടെ പൂമ്പാറ്റവേട്ട എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമ്പൂരി കരിപ്പയാറിന് കുറുകെ നിർമ്മാണം പൂർത്തിയായ കുമ്പിച്ചക്കടവ് പാലം കാണാൻ ജനത്തിരക്കേറുകയാണ്. അഗസ്ത്യ മലനിരകൾക്ക് താഴ്വാരത്താണ് അതിമനോഹരമായ കരിപ്പയാർ. 11 ആദിവാസി ഉന്നതികളിലെ 100 കണക്കിന് പേർക്കാണ് പാലം പുറം ലോകത്തേക്കുള്ള വഴി തുറക്കുന്നത്. 24 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. ഒരു പാലം ഒരു നാടിന്റെ വികസനത്തിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ശക്തി നൽകും, എത്രത്തോളം ഗതിവേഗം നൽകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നാടുമായി പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശത്തെ അവർക്ക് പുതിയ സ്വപ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ്. 11 മീറ്റർ വീതിയുള്ള ഒരു പാലം. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഡാം റിസർവോയറുകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ ഡാം വന്നതോടുകൂടിയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പാണ് നെയ്യാറിൽ ഡാം വരുന്നത്. അതോടുകൂടിയാണ് ഈ അമ്പൂരിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾ പൂർണ്ണമായും അക്കരയ്ക്ക് ഒരു വെള്ളം വരുന്ന പ്രദേശത്തിന്റെ അക്കരയ്ക്ക് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നെയ്യാർ ജലാശയം ജനങ്ങളെ പൂർണ്ണമായും അവരെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അതിനൊരു പരിഹാരമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം എന്നുള്ളത്. കരിപ്പയാറിന്റെ മറുകരയിലുള്ള, അതായത് കരിപ്പയാറാണ് ഈ നമ്മൾ ഇവിടെ കാണുന്നത് കരിപ്പയാറാണ്. ഈ കരിപ്പയാറിന്റെ മറുകരയിലുള്ള ആദിവാസി ഊരുകൾ തൊടുമലയും കാരിക്കുഴിയും ശംഖുംകോണവും കൈപ്പാൻവിളയും കൊമ്പൈക്കാണിയും കുന്നത്തുമലയും തുടങ്ങി 11ഓളം ആദിവാസി ഊരുകളിലെ 1700-ലധികം കുടുംബങ്ങൾ കാലങ്ങളായി അവർക്ക് ഈ നാടുമായുള്ള നഗരവുമായുള്ള ബന്ധം തോണികളായിരുന്നു, വഞ്ചികളായിരുന്നു. ആ വഞ്ചിയിലേറി നമ്മൾ പലതവണ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പെട്ടെന്നൊരു അസുഖമുണ്ടായാൽ അവർ ഏക ആശയം വഞ്ചികളാണ്, തോണികളാണ്. അത് തോണിക്കാരൻ പണിമുടക്കിയാൽ, തോണിക്കാരനെ കിട്ടാതെ പോയാലൊക്കെ അവരുടെ ജീവിതം വലിയ ദുഃഖത്തിലാകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരമാണ് ഈ 11ഓളം ഊരുകളെ, ആദിവാസി ഊരുകളെ, ഉന്നതികളെ നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. വലിയ ഒരു ആറിന് കുറുകെയുള്ള ഡാം റിസർവോയറാണ് ഇവിടെ. അതിന് കുറുകെയുള്ള ഏറ്റവും വലിയ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാലമായി ഇത് മാറുകയാണ്. 36.25 മീറ്റർ വീതം അകലത്തിലുള്ള 7 സ്പാനുകളിലായി 253.4 മീറ്റർ നീളത്തിലാണ് ഈ പാലം ഒരുങ്ങുന്നത്. വളരെ വലിയ സങ്കീർണമായ കടമ്പകൾ കടന്നുള്ള ഒരു പാലം നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഡയറക്റ്റ് മഡ് സർക്കുലേഷൻ എന്ന നൂതന പൈലിംഗ് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജലാശയത്തിനുള്ളിൽ 15 മീറ്റർ അധികം ആഴത്തിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബാർജിന്റെ സഹായത്തോടെയായിരുന്നു ഇതിന്റെ പൈലിംഗ് ഒക്കെ പൂർത്തിയാക്കിയത്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെ വലിയ സഹായത്തോടു കൂടി 8 ലൊക്കേഷനുകളിൽ 48 പൈലുകൾ പണിതീർത്ത് നിർമ്മാണ മികവിന്റെ കൂടി ഒരു അടയാളമായി ഈ പാലം മാറുകയാണ്. ഭൂനിരപ്പിൽ നിന്ന് 12.5 മീറ്റർ ഉയരത്തിൽ പാലം നിർമ്മിച്ചതിനാൽ തന്നെ നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളും എന്ന ബോട്ടുകൾക്ക് പാലത്തിനടിയിലൂടെ തടസ്സമില്ലാതെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി കൂടി മാറുകയാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ പാലം കാണാൻ ഉദ്ഘാടനം
അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം നാടിനെ സമർപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിലുള്ളതുപോലെ വലിയ ആൾക്കൂട്ടം, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായി മാറുകയാണ്. മായവും അമ്പൂരിയും ഒക്കെ മനോഹരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നേരത്തെയും നിരവധി ആളുകൾ എത്തിയപ്പോൾ പാലം കൂടി വന്നതോടുകൂടി ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. പാലം അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും ഇപ്പൊ ഇത് വച്ചതിന് ശേഷം ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അടിപൊളിയാണ്. നേരത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 1 മാസം മുന്നേ വന്നപ്പോൾ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ പൂർത്തിയായെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഇനിയും വരും. നേരത്തെ ഇവിടെ ആൾക്കാർക്കൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, എല്ലാം ഓക്കെയാണ്. ഇവിടെ ഈ പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ ആദിവാസികളുള്ള ആളുകൾക്ക് നേരത്തെയുള്ള പൂച്ചമുക്കിലും അതുപോലെ തന്നെ അമ്പൂരിലുമൊക്കെ എത്തി ബസ് കയറുന്നത് കുറയ്ക്കാം. ഈ റോഡിന്റെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഇതിന്റെ അവസാനത്തേക്ക് ഈ ഭാഗത്തേക്ക് KSRTC ബസ്സുകൾ വരും. ഉദ്ഘാടന ദിവസം 4 ബസ്സുകൾ ഇവിടെ അതിനായി ഒരുക്കുന്നുണ്ട്. വലിയ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, MLAയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ബസ് സർവീസും ഈ പാലത്തിന് കുറുകെ ആദിവാസി ഊരുകളിലേക്ക് ഉന്നതികളിലേക്ക് ആളുകൾക്ക് നേരിട്ടെത്താനുള്ള സൗകര്യം KSRTCയും ഒരുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് MLA പറഞ്ഞിരിക്കുന്നത് വെള്ളറട, നെയ്യാറ്റിൻകര, പാറശാല, കളിയിക്കവള, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് നമുക്കൊരു സർവീസുണ്ട്, വെള്ളറടയിൽ നിന്ന് 3 സർവീസുണ്ട്. പാലം ക്രോസ് ചെയ്ത് അവിടുന്ന്, അതായത് കുമ്മിച്ചക്കടവ് എന്നുള്ള ബോർഡ് വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് മണ്ഡപത്തിൻകടവ് വഴി കാട്ടാക്കട, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ നാട്ടുകാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ ഊരിലുള്ളവർക്ക്, അമ്പൂരിലുള്ള ജനങ്ങൾക്കൊക്കെ വളരെ ആശ്വാസവും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പാലത്തിന്റെ നിർമ്മാണമാണ് അവസാന മിനുക്കുപണികളിലേക്ക് കടക്കുന്നത്. മുഖ്യമന്ത്രി പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി വലിയ സ്വപ്നം, ഒരു ദേശത്തിന്റെ ആകെ 50 വർഷത്തിലേറെയുള്ള ഒരു പ്രദേശത്തിന്റെ ആകെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ. MLAക്ക് തന്നെ നേരിട്ടറിയാം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. അത് തന്നെയാണ് MLA എന്ന് പറയുകയും, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ പാലം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മരണങ്ങൾ, സമയത്ത് ഹോസ്പിറ്റലിലത്തെ മരണങ്ങൾ, വാഹനങ്ങളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം MLA എന്നുള്ള രീതിക്ക് പുള്ളി നേരിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് MLA നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അമ്പൂരി. കേരളത്തിന്റെ മലയോര മേഖല ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. അതിനൊപ്പം തന്നെയാണ് മായം കടവും ഈ കുമ്പിച്ചൽ കടവും ഒക്കെ. അവിടെ ഇപ്പോൾ ഒരു പാലം കൂടി വരുന്നതോടുകൂടി അതിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കൂടി പുതിയ ഗതിവേഗം വരും, പുതിയ ചിറകുകൾ മുളയ്ക്കും. അതിനൊപ്പം ഈ നാട്ടുകാരുടെ ഈ ഇതിന് അപ്പുറത്തുള്ള അക്കരെയുള്ള ഊരുകളിലെ നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് കൂടി, അവരുടെ ആശങ്കകൾ കൂടി വിരാമമാവുകയാണ്. സ്വപ്നങ്ങൾ അവർക്ക് പുതിയ അവരുടെ ജീവിതത്തിന് പുതിയ വേഗം നൽകുന്ന ഒരു പാലമാണ് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. കുമ്പിച്ചിൽ കടവ് പാലത്തിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. ഇനിയൊരു അന്താരാഷ്ട്ര വാർത്ത നോക്കാം. ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം. 10 ദിവസത്തിനുള്ളിൽ ആണവ കരാറിൽ ധാരണയായില്ലെങ്കിൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു ട്രംപിന്റെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സംഘർഷം ഒഴിവായത് താൻ 200% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു സംഘർഷമാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ സംഭവിച്ചിരുന്നില്ലെങ്കിൽ 25 കോടി പേർ മരിക്കുമായിരുന്നു. യുദ്ധം ഒഴിവാക്കിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നോട് നന്ദി പറഞ്ഞെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ വീണ്ടും ഹമാസ് പിടിമുറുക്കുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയിലെ ആഭ്യന്തര സുരക്ഷ, ക്രമസമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംഘടന വീണ്ടും നിയന്ത്രണം കൈവരിച്ചു. കടുത്ത നികുതി പിരിവ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഹമാസ് സ്വീകരിക്കുന്നത്. വെടിനിർത്തൽ മറയാക്കി ഹമാസ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഇസ്രയേൽ ആരോപണം. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടവും തുലാസിലാണ്.